ഓൾസൺ സ്കോക്ക് മലയാളത്തിൻ്റെ മഹാനടൻ മെഗാസ്റ്റാർ മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള ടർബോ. പ്രൊഡക്ഷനും മമ്മൂക്ക തന്നെയാണ്, മമ്മൂട്ടി കമ്പനി. ഡയറക്ടർ വൈശാഖ്, റൈറ്റർ MMT മിഥുൻ മാനുവൽ തോമസ്. DOP ചെയ്തിരിക്കുന്നത് വിഷ്ണു ശർമ്മയാണ്. എഡിറ്റർ ഷമീർ മുഹമ്മദ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോഫ് സേവിയർ. എടുത്തു പറയേണ്ടത് വലിയ അടിപ്പടായതുകൊണ്ട് ഇതിൻ്റെ സ്റ്റൺസ് ചെയ്തിരിക്കുന്നത് ഫീനിക്സ് സാബു. സൗണ്ടിൽ നല്ല പണിയെടുത്തുള്ളൊരു പടമാണ്. നല്ല തിയേറ്ററിൽ നിന്ന് കണ്ടാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാവും. ശങ്കരൻ ASഉം KC സിദ്ധാർത്ഥനുമാണ് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത് MR രാജാകൃഷ്ണൻ. വിവേക് AM ആണ് സിംഗ് സൗണ്ട്. പടം ആരംഭിച്ച് ആദ്യ ഷോട്ട് തന്നെ കിടുവായിരുന്നു. പടത്തിലേക്ക് വൈശാഖ് നമ്മളിങ്ങനെ കൊണ്ടുപോവുകയാണ്. വലിയ അത്യാവശ്യം നല്ലൊരു ഉത്സവത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ്. തമിഴ്നാട്. അവിടെ ഒരു ഭീകരത ഉളവാക്കുന്ന ഒരു സീന്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് അതിൽ അഭിനയിച്ചിരുന്ന നടൻ കബീർ ഗുഹൻ സിംഗ്. അദ്ദേഹം ഭയങ്കര ഒരു സ്ക്രീൻ പ്രസൻസും ഒരു ഭീകരതയും ഉള്ളൊരു വില്ലൻ തന്നെ. ആ ഒരു സീനിൽ തന്നെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, വലിയ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു സാധനം അവിടെ ഇട്ട് തന്നിട്ട് പിന്നെ ഇടുക്കി നമ്മുടെ ടർബോ ജോസിൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. ടർബോ ജോസിൻ്റെ ഇൻട്രോ, മമ്മൂക്കയുടെ ഇൻട്രോ, ഒരു നോർമൽ ഇൻട്രോ. അതുകൊണ്ട് അദ്ദേഹത്തിന് സെക്കൻഡ് ഇൻട്രോ ഉണ്ട്. അതിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് യാതൊരു ഇമ്പാക്റ്റും ഇല്ല. അടിപ്പടമാണല്ലോ, അപ്പോൾ അടി വേണമല്ലോ. അപ്പോൾ ഇതാ ഇൻട്രോ വിത്ത് അടി. ഒരു പള്ളിപ്പെരുന്നാളിലെ സെറ്റും വലിയ സെറ്റാണ്. അതായത് വൈശാഖിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, വലിയ സെറ്റ് ഇട്ടിട്ടുള്ള പരിപാടി. അതിലേക്ക് മമ്മൂക്കയുടെ വന്നുള്ള ഇടിയാണ്. പക്ഷേ അദ്ദേഹം വർഷങ്ങളായി ചെയ്യുന്ന പരിപാടി തന്നെ. ബട്ട് കൺസിഡറിങ് ഹിസ് ഏജ് അദ്ദേഹം ഇപ്പോഴും അത് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ആ ഇൻട്രോ ഫൈറ്റൊന്നും യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല. കലാകാരങ്ങളായിട്ട് കണ്ടിട്ടുള്ള ക്ലീഷേ സാധനം. കുറേ നാട്ടുകാരിങ്ങനെ ഫൈറ്റിങ് കണ്ട് പറഞ്ഞ് വാപൊളിച്ചിരിക്കുന്നു. ഒരു കുട്ടി ഇങ്ങനെ മറ്റേ ഭരതത്തിൽ ഉർവശി കാണിക്കും പോലെ കാണിക്കുന്നു. പിന്നെ കുറച്ച് നേരം എന്തിനോ ഒരു ഫൈറ്റ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പടം ചളി കോമഡി. പ്രശാന്ത് അലക്സാണ്ടർ വരുന്നു, പിന്നെ ശബരീഷ് വർമ്മ വരുന്നു. എന്തിനോ വേണ്ടി കുറേ ചളി കോമഡി. എന്ത് കോമഡിയാണ്? കുറേ പേരെ ചിരിക്കുന്നുണ്ട്. എന്തിനാണ് ചിരിക്കുന്നത് മനസ്സിലായില്ല. അങ്ങനത്തെ കുറേ നേരം. പിന്നെ സിനിമ എങ്ങനെ പോവാണ്. പിന്നെ വീണ്ടും ഒരു അടി, പിന്നെ പ്ലോട്ടിൽ ട്വിസ്റ്റ്, ഭയങ്കര ക്ലീഷേ ട്വിസ്റ്റ്. അവിടെ നിന്ന് അങ്ങനെ പടം പോയി. പിന്നെ പടം ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷം പിന്നെ അവിടെ കുറച്ച് ഹാപ്പനിങ്സ് കാര്യങ്ങൾ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ലോ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. മമ്മൂക്കയുടെ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടർബോ ജോസ് ഒരു അമാനുഷിക്കനോ അല്ലെങ്കിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ളതോ ഒരുപാട് സെറ്റപ്പുള്ള ആളെന്നല്ല. ഒരു സാധാ ഇടുക്കിക്കാരൻ, ഒരു അമ്മയുടെ ഒരു മകൻ, അമ്മയായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ടിങ് ഉള്ള ഒരു മകൻ. ബിന്ദു പണിക്കറാണ് അമ്മയുടെ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ബിന്ദു പണിക്കർ കിടും, ഒരു രക്ഷയില്ല. ബിന്ദു പണിക്കർ ഡയലോഗ് ഡെലിവറി, ഇതിൽ കുറേ ഡയലോഗുണ്ട്. തിയേറ്ററിൽ കൂട്ടച്ചിരി ഉളവാക്കിയ ഡയലോഗുണ്ട്. ജെറി എന്ന് പറഞ്ഞിട്ട് ബിന്ദു പണിക്കർ സാധനം പറയുന്നുണ്ട്. അത് ലാസ്റ്റ് വിക്കൈ ഉബിച്ച് എന്നൊക്കെ പറയാൻ ബിന്ദു പണിക്കർ ഇംഗ്ലീഷ് കോമിക്സും അതുപോലത്തെ സീരീസിലും കാണുന്ന ഒരാളാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഡയലോഗ് ഡെലിവറി ബിന്ദു പണിക്കർ കിടുമായിരുന്നു. പറഞ്ഞു വന്നത് മമ്മൂക്കയുടെ കഥാപാത്രം ഇങ്ങനെ ഒരു നാടൻ തല്ല് ആയിട്ട് നടക്കുന്ന ഒരാളെന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സാധാരണക്കാരനാണ്. അത് ഉടനീളം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മിഥുൻ മാനുവൽ തോമസ് അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ കൺസിസ്റ്റൻസി, ക്യാരക്ടറിൻ്റെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ അവസാനമാവുന്ന സമയത്തും വലിയ രാജ്ബി ഷെട്ടിയുടെ ഇത്രയും കൊടൂര മാസ് വില്ലൻ ഉള്ളപ്പോൾ പോലും അവരോടൊന്നും നമുക്ക് കൂട്ടിയാൽ കൂടുതൽ നമുക്ക് വല്ല എസ്കേപ്പ് ആവാം എന്ന മെൻറ്റാലിറ്റി ഉള്ള, പിന്നെ ഒരു സർവൈവലിന് വേണ്ടി സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു നായകനാണ് ടർബോ ജോസ്. നായികയായിട്ട് വന്നിട്ടുള്ള അഞ്ജന ജയപ്രകാശ് നല്ല ഒരു കാസ്റ്റിംഗ് ആണ്. അവർ ആ ക്യാരക്ടറിന് പറ്റിയ ഒരു ബോഡി ലാംഗ്വേജും അവരുടെ ഒരു മെച്യൂരിറ്റിയും ഒക്കെയുള്ള ഒരു കഥാപാത്രം അത് അവർ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. നായികയുടെ അനിയത്തി ആമിന നിജൻ ചെയ്ത കഥാപാത്രം നീരു വൻ വെറുപ്പിക്കലായിരുന്നു. ഒരു ടിപ്പിക്കൽ ക്ലീഷേ ടെംപ്ലേറ്റ് മാസ് മസാല ഫോർമാറ്റിൽ എടുത്തിട്ടുള്ള, ഇങ്ങനെ യാതൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടാക്കാതെ, അത് കഥാപാത്രങ്ങളൊക്കെ ആയി കഴിഞ്ഞാലും പ്ലോട്ടിനായി കഴിഞ്ഞാലും യാതൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടാക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടൊരു സിനിമ പിന്നീട് ഹൈ ആവുന്നത് ഇതിലൊരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ഉണ്ട്. അവിടെ മുതൽ പിന്നീട് അങ്ങോട്ട് പടം ഒരു വൈശാഖിൻ്റെ മേക്കിംഗ് കൊണ്ട് മാത്രം കിടുവായിട്ട് പിന്നെ പോകുന്നത്. ലൈക്ക് പടേന്ന് പറയും, ഭയങ്കര ഫാസ്റ്റ്. അതിൽ എടുത്തു പറയേണ്ടത് ഷമീർ മുഹമ്മദിൻ്റെ കട്ട്സാണ്. ഒരു രക്ഷയില്ലാത്ത കട്ട്സാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് മനസ്സിലാവില്ല എന്താണ് ഇങ്ങനെ പടപട. അതിൽ തന്നെ ഇതിലൊരു ചേസ് സീനുണ്ട്. ആ ചേസ് സീനൊക്കെ കിടുവായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. വിഷ്ണു ശർമ്മയുടെ DOP ആയി കഴിഞ്ഞാലും ക്രിസ്റ്റോഫ് സേവിയറിൻ്റെ സ്കോർ ആയി കഴിഞ്ഞാലും എസ്പെഷ്യലി ഞാൻ പറഞ്ഞ ഷമീർ മുഹമ്മദിൻ്റെ എഡിറ്റിംഗ് ആയി കഴിഞ്ഞാലും അത് മൂന്നും വന്നിട്ട് വളരെ ഫാസ്റ്റായിട്ട് പോകുന്നു. പിന്നെ ക്ലൈമാക്സ് വരെ പടം അതേ പേസ് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഈ പടം എനിക്ക് പേഴ്സണലി ഒരു ദുരന്തമായി തോന്നാതിരുന്നത് ഈ അവസാനത്തെ
കുറച്ച് ഭാഗങ്ങളിൽ പടം ഹൈ ആയതുകൊണ്ട് മാത്രമാണ്. ഓൾസോ പടത്തിൻ്റെ മറ്റൊരു പ്രധാന പോസിറ്റീവ് എന്ന് പറയുന്നത് രാജ് പി ഷെട്ടി. ആ മുതലിനെ അറിയാലോ, അതായത് ആ മുതലെന്ന് അറിയുന്നവർക്കറിയാം. പുള്ളി ആ ബോഡിയും വെച്ചിട്ട് പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസും പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും വാക്കും, പിന്നെ ഓഫ് കോഴ്സ് ക്രിസ്റ്റോഫ് സേവ്യർ പുള്ളി കൊടുത്തിരിക്കുന്ന സ്കോർ, നായകനേക്കാൾ കിടിലം സ്കോറാണ് വില്ലന് കൊടുത്തിരിക്കുന്നത്. നായകൻ്റെ സ്കോറിനിടയ്ക്ക് വണ്ടി സ്റ്റാർട്ടാക്കുന്ന ശബ്ദമുണ്ട്. ഇതേ ഏതോ പഴയ താറങ്ങനെ ഓടിക്കുന്നത് ഇടുക്കിയിൽ. അതുകൊണ്ട് അതിൻ്റെ ശബ്ദം ഇങ്ങനെ എന്ന് പറഞ്ഞിടയ്ക്ക് ഇടുന്നുണ്ട്. അതെനിക്ക് കുറച്ച് അനവയമായി തോന്നി. പക്ഷേ ഈ രാജ് പി ഷെട്ടീൻ്റെ വില്ലന് കൊടുത്തിരിക്കുന്ന സ്കോർ ഒരു രക്ഷയില്ല. സുനിലിനെ ട്രെയിലർ കാണിച്ചപ്പോഴും എന്തോ ഭയങ്കര സംഭവമായിരിക്കും രാജ് പി ഷെട്ടി ലെവലൊക്കെയാണെന്ന് വിചാരിച്ചത്. പക്ഷേ സുനിലിനെ ഒരു കോമഡി പീസായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. പുള്ളി പിന്നെ ഏത് സാധനം എടുക്കുമല്ലോ സുനിൽ നല്ല രസമായിരുന്നു. സുനിലിൻ്റെ ക്യാരക്ടറും സുനിൽ ചെയ്തത്. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ധാരാളം അഭിനേതാക്കളുണ്ട്. ദിലീഷ് പോത്തനുണ്ട്, ജോണി ആന്റനുണ്ട്, കുഞ്ചനുണ്ട്, നമോ നാരായണനുണ്ട്, തമിഴാണ്. നിരഞ്ജന അനൂപ് ഒരു ഇമ്പോർട്ടൻറ്റ് കഥാപാത്രം ചെയ്തിട്ടുണ്ട്, സ്ത്രീ കഥാപാത്രമാണ്. സ്ത്രീകൾ എവിടെ, മലയാള സിനിമയിൽ സ്ത്രീകളെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ കുറേ സ്ത്രീകളൊക്കെ ഉണ്ട്. സന്ധ്യ മനോജ് മറ്റൊരു സ്ത്രീ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ. അവരും ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അബിൻ ബിനോ നത്ത് രോമാഞ്ചത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അറിയാം. വിനീത് തട്ടിൽ, ഇങ്ങനെ പോകുന്നു ഇതിൽ കാസ്റ്റിംഗ്. കോട്ടയം രമേശ്, നിഷാന്ത് സാഗർ, മാത്സ് ആണ് മനെ മാത്സ്. ആസ് എ ഹോൾ ഗുഡ് ഫോർ നത്തിങ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫും എന്തുവായി കാണിച്ചു വെച്ചേക്കുന്നത് എന്ന് തോന്നുന്ന ഒരു ഫസ്റ്റ് ഹാഫും, അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വന്ന് കുറച്ച് ക്രൈമും അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഓട്ടപ്പച്ചിലൊക്കെ ആയിട്ടുള്ള സെക്കൻഡ് ഹാഫും, അതിൽ വൈശാഖിൻ്റെ മേക്കിംഗ് കൊണ്ട് നല്ല രീതിക്ക് എൻഗേജിങ് ആക്കപ്പെട്ടിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫിൻ്റെ പകുതി മുതൽ ഒരു അവസാനം വരെ. അങ്ങനെ ഒരു ടോട്ടലി വലിയ കുഴപ്പമില്ലാത്ത എന്നാൽ ഒരു ടിപ്പിക്കൽ ക്ലീഷേ മാസ് മസാല സാധനം. അതാണ് മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ടെർബോ.